ഇതുപോലത്തെ നീളമുള്ള പുളി കുറഞ്ഞ ഈ മാങ്ങ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മകൾ ഇങ്ങനെ ഓടി ഓടി വരും കേട്ടോ. പണ്ട് സ്കൂളടയ്ക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ കടൽ കാണാനൊക്കെ പോവേ. അപ്പോൾ ആ ചില്ലുഭരണിയിൽ ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ നിരനിരയായി വെച്ചതെന്ന് അച്ഛൻ ഇങ്ങനെ വാങ്ങിത്തരും. ഓ, അതിൻ്റെ ഒരു രുചി മറക്കാൻ പറ്റില്ലല്ലേ. എത്ര കാര്യം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാലൊക്കെ നമ്മളിപ്പോഴും വാങ്ങി കഴിക്കും കേട്ടോ. അതൊരു പ്രത്യേക ഫീലല്ലേ ബീച്ചിലൊക്കെ പോയിട്ട് വാങ്ങി കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ പണ്ട് മുത്തശ്ശി വീട്ടിലൊരു ഇൻസ്റ്റൻറ്റ് പിക്കിൾ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇതുപോലെ മുത്തശ്ശി ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിങ്ങനെ വെക്കും. അതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി ചില്ലി, ഞങ്ങളെ പറ്റിക്കാനേ എരിവുണ്ടാവില്ലല്ലോ, നല്ല കളറുണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഉപ്പിടും, കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും ചേർക്കും, കുറച്ച് കായപ്പൊടിയും ചേർക്കുവേ. പിന്നെ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കും. ഇത് മുത്തശ്ശിക്ക് ഭരണിയിലാക്കാനൊന്നും കിട്ടൂല. ഞങ്ങൾ ചുറ്റും കുത്തിയിരുന്ന് അപ്പം തന്നെ ഇട്ട് കഴിച്ച് തീർക്കും കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ മുത്തശ്ശി ഭരണിയിലാക്കും. അത് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഭരണി കാലിയാക്കി വെക്കും കേട്ടോ, കുട്ടിപ്പട്ടാളം. അപ്പോൾ ഇതുപോലെ കുരുകുരാ അരിഞ്ഞു ഇതുപോലെ വെച്ചാൽ അടിപൊളി ഇൻസ്റ്റൻറ്റ് പിക്കിളാട്ടോ. നല്ല രുചിയാട്ടോ കഴിക്കാൻ. ഓ, വായിൽ വെള്ളം വരുന്നു അല്ലേ മുത്തശ്ശീൻ്റെ ഓരോ രുചികളേ.